ഹായ് ഹലോ. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ എഴുതിയ ഒരു കവിത, അതായത് കെസിയയുടെ സ്കൂളിൽ അവൾക്ക് മലയാളത്തിന് നമ്മുടെ നാടിനെ പറ്റി, അതായത് ജന്മനാടിനെ പറ്റി ഒരു കവിത എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ എഴുതിയ ഒരു കവിതയാണ്. അപ്പോൾ എൻ്റെ ജന്മനാട് എന്ന് തന്നെയാണ് ഞാൻ അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എഴുതിയ ആ കവിത നമുക്കൊന്ന് കേൾക്കാം. എന്ത് പറയുന്നു? റെഡിയാണോ നിങ്ങൾ? ഓക്കെ. എന്ന് ഒരാളെ പറ്റി ഒരു കവിത എഴുതാനൊക്കെ പറഞ്ഞാൽ ഞാനത് എഴുതും. എൻ്റെ കൂടെ ജോലി ചെയ്തവർക്കൊക്കെ ചിലപ്പം കുറച്ചൊക്കെ പേർക്ക് അറിയാമായിരിക്കും. പക്ഷേ എൻ്റെ ആ ഒരു കഴിവിനെ ഞാൻ അങ്ങോട്ട് ഒത്തിരി ഒന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരേ ഒരാളുണ്ടായിരുന്നു, എൻ്റെ ജിനി ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ ഗുജറാത്തി വർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചേച്ചി പറയും, പെട്ടെന്നൊരു കവിത ആരെയെങ്കിലും പറ്റിയൊക്കെ ആണേലും എന്തിനെങ്കിലും പറ്റിയൊക്കെ ആണേലും ഉണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ ഒരു എന്താ പറയുന്നത്, എനിക്ക് ഒരുപാട് വിഷമം വരുമ്പം, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രോത്സാഹനങ്ങളൊക്കെ വരുമ്പം ഞാൻ അങ്ങനെ എഴുതാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരുപാടൊന്നും എന്നെ തെറ്റി പുകഴ്ത്തി പറയുന്നില്ല. നമുക്ക് കവിത ഒന്ന് കേട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ ജന്മനാട്, അതാണ് ഹെഡിങ് കേട്ടോ. എൻ്റെ ജന്മനാട്, ഞാൻ ജനിച്ചു വളർന്നു വലുതായ എനിക്ക് ജന്മം തന്ന എൻ്റെ തറവാട്. എൻ്റെ ജന്മനാട്, എൻ്റെ ജന്മനാടിൻ്റെ മണം ഇന്നും ഈറനണിയിക്കുന്ന പുഴകളും പൂക്കളും നിറഞ്ഞ് പുഞ്ചിരി തൂകി നിൽക്കുന്ന എൻ്റെ ജന്മനാട്. കാടും മലയും തിങ്ങി നിറഞ്ഞ് സസ്യജാലകങ്ങളും നിറഞ്ഞു നിന്ന് എന്നെ പുളകിതയാക്കിയ എൻ്റെ ജന്മനാട്. പാറിപ്പറക്കുന്ന തുമ്പികളും നിറങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ചിത്രശലഭങ്ങളും മണ്ണിൽ കളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന കുഴിയാനകളും മനസ്സിൻ്റെ സങ്കടം തീർക്കാനായി എത്തിച്ചേർന്ന് നിൽക്കുന്ന എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും. അമ്മയുടെ ശകാരത്തിൽ കരയുന്ന എന്നെ ആശ്വസിപ്പിക്കാനായി മാറോട് ചേർത്ത് ദൂരെ കാഴ്ചകളും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി ഭംഗിയെയും ഉമ്മറപ്പടിയിലിരുന്നും തീൻമേശയിലിരുന്നും എനിക്ക് കഥകൾ പറഞ്ഞു തന്ന് പാട്ടുകൾ പാടിത്തന്ന് എന്നെ ഒട്ടിയും ഉറക്കിയും നടത്തിയ എൻ്റെ ബാല്യകാല ഓർമ്മയിലെ മുത്തശ്ശനും മുത്തശ്ശിയും. എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെയുള്ള എൻ്റെ ജന്മനാട് ഒരുപാട് കൊതിയോടെ ഓടിയെത്താനായി ഇന്നും എന്നും കൊതിക്കുന്ന എൻ്റെ ജന്മനാട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.